നല്ല പ്രാർത്ഥനയാണ് നല്ല ജീവിതത്തിൻ്റെ അടിത്തറ. നല്ല പ്രാർത്ഥന എന്നത് നാഥനോടൊപ്പം ആയിരിക്കുകയാണ്. ഇതാ പ്രാർത്ഥിക്കാനൊരു സമയം നാഥനോടൊപ്പം. നല്ല പ്രാർത്ഥന നല്ല തോന്നലുകളിലല്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ ചിലപ്പോൾ നല്ല തോന്നലുകൾ തോന്നാം. അതല്ല പ്രാർത്ഥന. നല്ല വികാരങ്ങളുണ്ടാവാം. അതുമല്ല പ്രാർത്ഥന. പ്രാർത്ഥന വികാരം കൊള്ളലല്ല. വികാരത്തെ രൂപാന്തരപ്പെടുത്താൻ സ്നേഹത്തിനേ കഴിയൂ. അതുകൊണ്ട് സ്നേഹമാണ് പ്രാർത്ഥന. ഹൃദയവും മനസ്സും ശരീരവും ആത്മാവുമെല്ലാം സ്നേഹം കൊണ്ട് നിറയുക. വികാര വിചാരങ്ങളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെല്ലാം സ്നേഹം കൊണ്ട് നിറയുക. അതാണ് പ്രാർത്ഥന. അത് ക്രിസ്തുവിന് മഹത്വം കൊടുക്കലാണ്. ക്രൈസ്തവന്റെ ധർമ്മം ക്രിസ്തുവിന്, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതാണ്. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ മഹത്വം അന്വേഷിച്ച് യാത്ര പോകുന്നു. ഫലമോ ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്തു പരാജയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അന്വേഷിക്കാം. അവിടുത്തേക്ക് മഹത്വം കൊടുക്കാം. ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന ഒന്നും വിചാരത്താലോ വാക്കാലോ ഞാനോ നിങ്ങളോ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാം. അതാണ് ആത്മീയത. ആകുലപ്പെടുന്നവരാണ് നാം. ഉത്കണ്ഠ കൊണ്ട് ആയുസ്സിൻ്റെ ഒരു ദൈർഘ്യമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന പോലും ചില ആകുലതകളും ഉത്കണ്ഠകളും നിരത്തി വെച്ചുകൊണ്ടാണ്. അതൊന്നും യഥാർത്ഥ പ്രാർത്ഥനയല്ല. അതെല്ലാം ദൈവത്തിനറിയാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം മറന്ന് ആയിരിക്കുക. അതാ യഥാർത്ഥ പ്രാർത്ഥന. അതാണ് യഥാർത്ഥ സമർപ്പണം. അതുകൊണ്ട് ക്രൂശിതനായ കർത്താവിനെ ധ്യാനിച്ച് നമുക്ക് ഈ സമയമായിരിക്കാം. രക്തം വിയർത്തവനെ ധ്യാനിക്കാം. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിച്ചേ മതിയാവും. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ രോഗം, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ കുറവ്, നമ്മുടെ കടബാധ്യത എല്ലാം അംഗീകരിച്ചേ മതിയാവും. ആ അംഗീകരിക്കലാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പ്രക്രിയ. കാരണം അതിൻ്റെ എല്ലാം ഒടുവിൽ ഒരർത്ഥവും ഒരാഴവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതാണ് ആത്മീയതയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ക്രൂശിതൻ്റെ മുൻപിൽ ശാന്തമായി സ്വസ്ഥമായി സമയം ചിലവഴിക്കാം. ഈ വരുന്ന ഗാനത്തിലൂടെ യഥാർത്ഥമായ ഒരു ദൈവാനുഭവം സ്വന്തമാക്കാൻ, ആഴമുള്ള ഒരു ധ്യാനം രൂപപ്പെടുത്താൻ, ക്രൂശിതനെ ധ്യാനിക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ആരിളം മെയ്യിൽ നിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. കോഴി
ശോകസൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആ നോക്കിലേ ശോകസൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആത്മതാപമേറ്റു ശിവയോ കണ്ണുനീർ വാർത്തു. താരിളം നെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. സ്നേഹാർദ്രതേ എത്ര നാളുകളായി നീ നോക്കിയൻ പാപവീഴ്ചകളിൽ. സ്നേഹാർദ്രതേ എത്ര നാളുകളായി നീ നോക്കിയൻ പാപവീഴ്ചകളിൽ. പാറ പോലെ നിന്ന ഹൃദയം ഇന്നിതാ തേങ്ങി. താരിളം നെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. കോഴി കൂവുവോളവും കർത്താവിനെ മറന്നു. താരിളം നെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. കോഴി കൂവുവോളവും കർത്താവിനെ മറന്നു. ആ ആ നാഥനോടൊപ്പം
ദൗർബല്യങ്ങളും കുറവുകളും ഉള്ളവരാണ് മനുഷ്യർ. അത് മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുകയുള്ളൂ, വിശുദ്ധിയുടെ അരൂപി നമ്മിൽ നിറയുകയുള്ളൂ. വിശുദ്ധി എന്നത് ഒരു രഹസ്യവും ദാനവുമാണ്. അത് ദൈവത്തിൻ്റെതാണ്. വിശുദ്ധരിൽ സംപ്രീതരായി വസിക്കുന്നവനാണ് കർത്താവ്. ആ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനതകളിൽ, കുറവുകളിൽ സങ്കടപ്പെട്ട ഒരുപാട് വിശുദ്ധരുണ്ടായിരുന്നു. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായും അങ്ങനെ വിലപിക്കുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു മുള്ളിനെ ഓർത്ത്. വിലപിക്കുമ്പോഴെല്ലാം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. തൻ്റെ ബലഹീനതകളിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് പൗലോസ് ശ്ലീഹ ആ ലേഖന ഭാഗം അവസാനിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കൃപ നിറഞ്ഞാൽ കുറവുകളും ബലഹീനതകളും എല്ലാം താനെ മാറിക്കൊള്ളും. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന സഭാപിതാവ് പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്. ദൈവം ചില മൃഗങ്ങൾക്ക് ശക്തിയായി കാലുകൾക്ക് വേഗതയും ബലവും നൽകി. ചിലതിന് മൂർച്ചയുള്ള പല്ലുകൾ നൽകി. ചിലതിന് മൂർച്ചയുള്ള ശക്തിയുള്ള നഖങ്ങൾ നൽകി. എന്നാൽ മനുഷ്യർക്ക് ദൈവം തന്നെയാണ് ശക്തി, മറ്റൊന്നുമല്ല. അത് മറന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരാജയപ്പെടുക. അതുകൊണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൃപയും വിശുദ്ധിയും നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിലൊരു രഹസ്യാത്മകതയുണ്ട്, അതിൽ ദൈവത്തിൻ്റെ ദാന ചൈതന്യവുമുണ്ട്. പ്രാർത്ഥനയോടെ പാടാം, പാടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ നീ കാണുന്നില്ലേ എൻ കണ്ണുനീർ? ക്രൂശിൻ നീഴലിൽ ഞാൻ അഭയം തേടി, തിരുച്ചോരയാലെൻ്റെ മുറിവു മൂടി. ക്രൂശിൻ നീഴലിൽ ഞാൻ അഭയം തേടി, തിരുച്ചോരയാലെൻ്റെ മുറിവു മൂടി. നിൻ സ്നേഹം മാത്രമേ തീരാതുള്ളൂ, നിൻ സ്നേഹം മാത്രമേ അകലാതുള്ളൂ, നിൻ സ്നേഹം മാത്രമേ തീരാതുള്ളൂ,
കണ്ണുനീർ. ഈശോയേ നീ മാത്രമെൻ ആലംബം, ഈശോയേ നീ മാത്രമെൻ ആശ്രയം. ഈശോയേ ആലംബം, ഈശോയേ നീ മാത്രമെൻ ആശ്രയം. വന്നു നീ എന്നുള്ളിൽ വസിച്ചിടണേ, നിന്ദയയാലെന്നെ സുഖമാക്കണേ. വന്നു നീ എന്നുള്ളിൽ വസിച്ചിടണേ, നിന്ദയയാലെന്നെ സുഖമാക്കണേ. ഈശോ നീ കാണുന്നില്ലേ എൻ കണ്ണുനീർ. ഈശോ നീ കാണുന്നില്ലേ കഷ്ടപ്പാടുകൾ. എന്നു തീരും എന്നു മാറും എൻ വേദനകൾ, എന്നു മാറും എന്നു തീരും എൻ വേദനകൾ, എന്നു തീരും എന്നു മാറും എൻ വേദനകൾ. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ബലഹീനരായ നമ്മുടെ മേൽ കനിവ് കാണിക്കുന്ന കർത്താവിനെ നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹിക്കാം, ധ്യാനിക്കാം, ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ബലഹീനതകളിൽ കരുണയായിരിക്കണമേ, ബലഹീനതകളിൽ ബലം നൽകണമേ, ബലഹീനതകളിൽ ദയ നൽകണമേ എന്ന് ആ ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ടാകും. ബലഹീനരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശക്തരെ പരിഭ്രമിപ്പിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. എപ്പോഴും പാപികളോടും ആലംബഹീനരോടും കരുണ കാണിക്കുന്നവൻ. ആ കർത്താവിനോട് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ധൈര്യപൂർവം നമുക്ക് മുൻപോട്ട് പോകാം. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം.
കോഴി കൂവുവോളവും കർത്താവിനെ മറന്നു. ആരിളം മെയ്യിൽ നിശിക രുധിരം ചൊരിഞ്ഞു.